വാട്സപ്പിൽ വരുന്ന ഓരോ പുതിയ അപ്ഡേറ്റുകളും നമ്മൾ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിക്കാണാറുള്ളത്. എത്രത്തോളം യൂസ്ഫുൾ ആണെന്നാണ് നമ്മൾ ഓരോ അപ്ഡേറ്റുകളും ചെക്ക് ചെയ്ത് നോക്കാറുള്ളത്. അതിൽ വളരെ ഉപകാരപ്പെട്ടതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, മുന്നേ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, നമുക്കെന്നല്ല ഇനി ഗ്രൂപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീഡിയോക്കോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോക്കോ ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിൽ വരുന്ന ഇമോജികളിൽ പ്രസ് ചെയ്യാറായിരുന്നു ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു ലൈക്ക് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലാണ് ഇതുപോലുള്ള ഇമോജികൾ വന്നിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമോജികൾ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് ആണ്, നമ്മുടെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയ ഡിസൈനിലുള്ള ഒരുപാട് തീമുകൾ നമുക്ക് ഈ ഒരു ചാറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് തീം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ നോർമലായിട്ട് വരുന്ന തീമുകൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. അതല്ലാതെ തന്നെ ഒരുപാട് തീമുകൾ നമ്മളിങ്ങനെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള തീമുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വാൾപേപ്പർ എല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ നമുക്കിവിടെ കളറുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ നമുക്ക് ഈ ഒരു ഐക്കണിൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത കളറുകൾ നമുക്ക് ഇഷ്ടം പോലെ കളറുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലേതെങ്കിലും ഒരു വാൾപേപ്പറിൻ്റെ കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് വാൾപേപ്പർ വേറെ ഏതെങ്കിലും വെക്കണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ വാൾപേപ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലും നമുക്ക് ഇഷ്ടം പോലെ വാൾപേപ്പേഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വാൾപേപ്പറുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ആയിക്കൊണ്ട് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പറുകൾ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് ഉണ്ട്. ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു വാൾപേപ്പർ ആയിരിക്കും നമ്മുടെ ചാറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചാറ്റിൽ മാത്രമായിരിക്കും, മൊത്തമായിട്ടല്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ്, നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സെറ്റിങ്സുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഫീച്ചറുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഒന്ന് ഓപ്പൺ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഓപ്പൺ ഫേസ്ബുക്ക്. ഇതിനകത്ത് തന്നെ നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വാട്സപ്പ് തന്നിരുന്നു. അപ്പോൾ പുതിയ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ട്രെൻഡ്സ് ആപ്ലിക്കേഷൻ കൂടെ ഇതിനകത്തൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. മൂന്നാമതായിക്കൊണ്ട് ഒരു ഓപ്ഷൻ കൂടെ താഴെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വാട്സപ്പിൽ വന്നിട്ടുള്ള മറ്റ് 2 അപ്ഡേറ്റുകളാണ്. ഒന്ന് വോയിസ് ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിംഗ് ഇൻഡിക്കേറ്ററും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേയൊക്കെ നമ്മുടെ IMO എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് വന്നിരുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ വോയിസ് ആണ് നമുക്ക് ആരെങ്കിലും അയക്കുന്നത് എങ്കിൽ അത് വോയിസ് ആണെന്ന് താഴെ നമുക്കിങ്ങനെ എഴുതി കാണിക്കുന്ന അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ടൈപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടില്ലേ. ടൈപ്പിൻ്റെ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് ഇതുപോലെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 3 ഡോട്ടായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമുക്ക് വോയിസ് ആണ് അവർ അയക്കുന്നത് എങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഒരു മൈക്കിൻ്റെ ഐക്കണായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള 2 അപ്ഡേറ്റുകളാണ്. നമുക്ക് ടൈപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ 3 ഡോട്ടിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്ക് വോയിസ് ആണ് വരുന്നത് എങ്കിൽ ഇതുപോലെ ഒരു മൈക്കിൻ്റെ ഐക്കണും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 2 അപ്ഡേറ്റുകളാണ് ഈ ഒരു വോയിസ് ചാറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് ചെയ്യുന്നതിലും വന്നിട്ടുള്ളത്. വോയിസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഐക്കൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. ഓരോ ആൾക്കാരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഓരോ വ്യക്തിയെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിയെയും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആർക്കൊക്കെയാണ് നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഗ്രൂപ്പ് കോളിൻ്റെ ഈ ഒരു വോയിസ് കോളിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോ ആൾക്കാരും സെലക്ട് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് മാത്രമായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് ആ ഒരു വ്യക്തികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ല എങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ആ റിങ് പോകും, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് മാത്രമായിട്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിൽ ലഭിച്ചു എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ
വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.